നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് അമ്മ അഞ്ജുവിന് വേണ്ടി വ്രതം എടുക്കുമായിരുന്നു. ഓരോ മാസവും മുടങ്ങാതെ വഴിപാടുകളും നേർച്ചകളും എല്ലാം നടത്തും. എന്നിട്ടും അവളുടെ സംസാരം മാത്രം തിരിച്ചു കിട്ടിയില്ല. ഒടുവിൽ അവളെ സംസാരിക്കുന്ന കാണാൻ നിൽക്കാതെ അമ്മ പോയി. അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ അവക്ക് ഞാനാ. താൻ ആള് കൊള്ളാലോ. നമ്മൾ രണ്ടുപേരും കൂടി ചോട്ടുവിനെ സമാധാനിപ്പിക്കാൻ വന്നിട്ട് ഇപ്പോ ഞാൻ തന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയായി. താനും പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ, അപ്പൊ എല്ലാം ശരിയാവും. അതല്ല രൂപേഷേട്ടാ, അവളുടെ കുറവുകളെ ഞങ്ങളാരും ഒരു കുറവായി കണ്ടിട്ടേ ഇല്ല. അമ്മ പറയുമായിരുന്നു അവളുടെ നാവാണ് ഞാനെന്ന്. അതിനെന്താ സംശയം? അമ്മ പറഞ്ഞ ശരിയാണല്ലോ. താനില്ലാതെ ചോട്ടുവിനോ ചോട്ടുമില്ലാതെ തനിക്കോ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. അവൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? ആ മുത്തശ്ശി പറയുന്നത് കേട്ടു ആ കാട്ടിലെ ക്ഷേത്രത്തിൽ വരെ നമ്മൾ പോയില്ലേ? ഓ, ഇനി അവിടെ പോവാൻ ഞാനില്ല. ആ സ്ഥലം കണ്ടാ തന്നെ പേടിയാവും. ഇല്ല രൂപേഷേട്ടാ, നമ്മൾ ഇനിയും അവിടെ പോവും. രൂപേഷേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. ആ കാട്ടിലോ? അവിടെ കാട്ടുമൃഗങ്ങളും പാമ്പുകളും ഒക്കെയാ. എന്തിനാ ചിരിക്കുന്ന? രൂപേഷേട്ടാ, നമ്മൾ അന്വേഷിച്ചു പോയ ആള് വലിയൊരു സിദ്ധനാണെന്നല്ലേ ആ മുത്തശ്ശി പറഞ്ഞത്. നമ്മൾ ചെന്നപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കരുതി അദ്ദേഹം അവിടെ സ്ഥിരമായി കാണാതിരിക്കില്ലല്ലോ. എന്തായാലും നമുക്കൊരിക്കൽ കൂടി അവിടെ പോണം, അദ്ദേഹത്തെ കാണണം. എന്റെ മനസ്സിപ്പോ അങ്ങനെ പറയുന്നുണ്ട്. അത് വേണോ? രൂപേഷേട്ടൻ എന്റെ കൂടെ വരില്ലേ? വരണോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അത് വേണ്ട, ദർശനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. ഞാനും കൂടെ വരാം. രൂപേഷേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാണ്. എന്റെ എല്ലാ സങ്കടവും ഇതുപോലെ പെട്ടെന്ന് അലിഞ്ഞില്ലാതാവും. ശരിക്കും? ശരിക്കും. എന്തുപറ്റി? ഇന്നെന്താ ഒരു സന്തോഷം? നീയല്ലേ എന്നും പരാതി പറയുന്നത് എന്നെ കൊണ്ട് ഓഫീസിൽ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. അതിനെന്താ സംശയം? ആരുടെയെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഓഫീസിലെ കാര്യങ്ങൾ പവേഡിനല്ലേ ഇതുവരെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കാകെ മാർക്കറ്റിലുള്ള ചിട്ടിപ്പിരിവ് മാത്രം. നിങ്ങളെ കൊണ്ട് അതിനെ പറ്റൂ. അതെ, അതൊക്കെ ഇനി പഴയ കഥ. ഓഫീസിൽ ഇന്നത്തെ കളക്ഷൻ എത്രയാണെന്ന് അറിയാമോ? ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഇത്രയും കളക്ഷൻ. കടയിൽ പോയി പണം പിരിക്കാൻ ആർക്കാ പാട്? നമ്മൾ കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോ ആരായാലും പലിശ സഹിതം അത് തിരിച്ചു തരും. അതിനിങ്ങനെ തുള്ളിച്ചാടാനൊന്നുമില്ല. കാര്യമുണ്ട്. ഇന്നുവരെയുള്ള നമ്മുടെ ഫിനാൻസിന്റെ ചരിത്രത്തിൽ എല്ലാ കളക്ഷൻ ഏജന്റുമാരും കൂടി ആഞ്ഞു പരിശ്രമിച്ചിട്ടും ഒരിക്കലും ഇത്രയും തുക ഒരു ദിവസം കളക്ഷനായി വന്നിട്ടില്ല. ഒരു ദിവസം ചക്ക വീണ് മുയല് ചത്തൂന്ന് വെച്ച് എന്നും അങ്ങനെ ആവണമെന്നില്ല. ഇതങ്ങനെ വെറുതെ ചക്ക വീണ് ചത്തൊന്നുമല്ല. എത്ര ചക്ക ഇടണം, എത്ര മുയൽ ചാവണമെന്ന് വളരെ കൃത്യമായി ഞാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ ഇന്നിവിടെ എല്ലാം ചെയ്തത്. ഓ പിന്നെ എത്രയൊക്കെ ചോദിച്ചിട്ടും പണം തരാത്ത കിട്ടാക്കുറ്റികളായ കുറേയേറെ ഇടപാടുകാരുണ്ടായിരുന്നു. പവിത്രൻ പോലും അത് എഴുതിത്തള്ളിയ കേസാ. പക്ഷേ ഞാൻ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ വർക്കൗട്ടായി. തരാനുള്ളവരെല്ലാം 1 രൂപ ബാക്കിയില്ലാതെ ഇന്ന് ഓഫീസിൽ പണമടച്ചു. പൊട്ടക്കണ്ണന്റെ മാവേറ് പോലെ ഒരു ദിവസം സംഭവിച്ചു എന്ന് കരുതി നാളെ അത് സംഭവിക്കണമെന്നില്ല. എന്റെ ദൈവമേ,
ഇവളോട് ഇതൊക്കെ പറയാൻ പോയ എന്നെ വേണം തല്ലാൻ. ആ എന്നിട്ട് എന്നിട്ടേ ഒലക്കയുടെ മൂട്. നിന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ നീ അതിന് പുല്ല് വില പോലും കൊടുക്കത്തില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വേസ്റ്റ് ജന്മം. എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. ഏത് പുരുഷന്റെ തകർച്ചയ്ക്ക് പിന്നിലും ഒരു പെണ്ണും ഉണ്ടാവും. അത് നീയും മറക്കരുത്. അപ്പൊ ഞാനാണോ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം? എടി, സ്വന്തം ഭർത്താവിന്റെ നന്മയെയും നേട്ടങ്ങളെയും അംഗീകരിക്കാത്ത ഒരു ഭാര്യ ഒരു തോൽവി തന്നെയാ എന്നും. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? പവിയേട്ടനെ കണ്ട് പഠിക്കണോന്നല്ലേ? പവിയേട്ടൻ ഓഫീസിൽ ഇല്ലാത്തത് കൊണ്ട് പവിയേട്ടൻ ചെയ്യുന്നത് പോലെ ഒക്കെ നിങ്ങൾ ചെയ്തു. അതുകൊണ്ട് കിട്ടാനുള്ള പണം കുറച്ചൊക്കെ തിരിച്ചു കിട്ടി. അപ്പൊ നിങ്ങളുടെ പിന്നിലെ ഇന്നത്തെ വിജയത്തിന്റെ ഉത്തരവാദി ആരാ? ഞാനല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്നിങ്ങനെ ചെയ്തത്? നിന്നെ ഞാൻ കഴുത്തി നിർത്തിക്കൊള്ളണോ അതോ ചവിട്ടിക്കൊള്ളണോ? എടി, പറ്റുമെങ്കിൽ ഒരു 5 പവന്റെ സ്വർണ്ണമാല വാങ്ങിത്തരണം. എന്നിട്ട് എന്റെ തോളി തട്ടി അനുമോദിക്കണം. ഇങ്ങനെ ഉപദേശം തരുന്നതിന്. എന്റെ ദൈവമേ, ഇവളെ നീ എനിക്കായിട്ട് തന്നെ വച്ചിരുന്നല്ലോ. ചേരുമ്പടി ചേർക്കാന്നുള്ള പദ്ധതി ഇവിടെ സ്കൂളിൽ പരീക്ഷയ്ക്ക് തുടങ്ങിയതല്ല. ദൈവം അങ്ങ് മുകളിൽ നിന്ന് തുടങ്ങി വെച്ചതാ. അതുകൊണ്ട് കിട്ടിയതിനെ ഓർത്ത് അഭിമാനിക്കണം. എന്റെ ഈശ്വര, അന്നാ സിമന്റ് വായി പോയിരുന്നെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെക്കാമായിരുന്നു. എങ്കിൽ ഇതൊന്നും എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ കണ്ണിലെ എരിച്ചിൽ മാറിയിട്ടില്ല. പോയി സിമന്റിനകത്ത് തലയിടാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി? ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഈ സിമന്റിനകത്ത് തലയിട്ട കാര്യം അവിടെ നിക്കട്ടെ. രാവിലെ ഞാൻ പറഞ്ഞു വിട്ട കാര്യം നിങ്ങൾ അന്വേഷിച്ചോ? എന്ത് കാര്യം? ഗിരിജയും പവിയേട്ടന് നിങ്ങളെ കൂട്ടാതെ ഏട്ടത്തിയുടെ കൂടെ എന്തിനാ പോയിരിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടത് ചെയ്തോ? ഞാനത് അന്വേഷിച്ചു. ഏട്ടത്തി തറവാട്ടിലുണ്ട്. അവര് രണ്ടുപേരും കൂടി ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കുമായിരുന്നു. ഏത് ക്ഷേത്രത്തില്? അതൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോ ഏതോ സ്വാമിജി അവരെ കാണാൻ വന്നത്രേ. അദ്ദേഹത്തിന്റെ കൂടെ പോയത്. ഇനി എന്തെങ്കിലും കൂടോത്രം ചെയ്യാൻ പോയതാണോ? സൂക്ഷിക്കണേ ദിയേട്ടാ. നമ്മളെ മാത്രമല്ല, നമ്മുടെ മോന്റെ ഭാവിയും തകർത്ത് തരിപ്പണമാക്കാൻ അവർക്ക് പദ്ധതി ഉണ്ടാവും. കൂടോത്രമോ? നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? ഈ കാലത്താണോ നീ ഇതൊക്കെ മനസ്സിച്ചുകൊണ്ട് നടക്കുന്നത്? ഇടി, ഈശ്വരനെ വിളിച്ച് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നതല്ലാതെ നീ ഇതൊന്നും മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കല്ലേ. പിന്നെ നമ്മുടെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവൻ തന്നെയാ. നമുക്കിപ്പോ അറിയാനുള്ളത് അവന്റെ മനസ്സിലെ പെണ്ണാരാണെന്നാ.